മാനവവർഗത്തിനാകമാനമുള്ള മാതൃകയാണ് നബിയുടെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ഒരു ഭർത്താവ് തൻ്റെ സഹധർമ്മിണിയുടെ സന്തോഷങ്ങൾക്കായി എന്തെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള പെരുമാറ്റത്തിൽ അവിടുന്ന് അസാധാരണമായ വിശാലത കൈക്കൊള്ളുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കളിയും വിനോദവും തിരുമേനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു അൻസാരി പെൺകുട്ടിയുടെ രക്ഷാകർതൃത്വം വഹിച്ചിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവളുടെ കല്യാണം സാധാരണ മട്ടിൽ ലളിതമായി നടത്താൻ അവർ ഉദ്ദേശിച്ചു. പെട്ടെന്ന് തിരുമേനി വെളിയിൽ നിന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞു: പാട്ടും രാഗവും ഒന്നുമില്ലേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഒരു അൻസാരി പെൺകുട്ടിയുടെ രക്ഷാകർതൃത്വം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഹിച്ചിരുന്നത് കൊണ്ട് അവളുടെ കല്യാണം സാധാരണ മട്ടിൽ ലളിതമായി നടത്താൻ അവരുദ്ദേശിച്ചു. ഉണ്ണിനബി അവിടേക്ക് കയറി വന്നപ്പോൾ ചോദിച്ചു: പാട്ടൊന്നുമില്ലേ? ഒരു പെരുന്നാൾ ദിവസം അബിസീനിയക്കാർ കായികാഭ്യാസം പ്രദർശിപ്പിക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും വിനോദം കാണാൻ മോഹമുണ്ടായി. ആ കായികാഭ്യാസം ഒന്ന് കാണാൻ ആയിഷ ബീവിക്ക് ആഗ്രഹമുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിലും ആയിഷ ബീവി പിന്നിലുമായി നിന്നു ആ കളി കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു മതിയാക്കി പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറയായി നിന്നുകൊടുത്തു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്പം അതിരുകടന്ന് സംസാരിക്കുകയായിരുന്നു. യാദൃച്ഛികമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. മകളുടെ മര്യാദകേട് കണ്ട് ദേഷ്യം വന്ന പിതാവ് അവളെ അടിക്കാൻ വേണ്ടി കൈപൊക്കി. തിരുമേനി അത് തടഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്: നോക്കൂ ആയിഷ, ഞാൻ നിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ സ്ത്രീയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു: നീ ഇവൾ അറിയുമോ? ഇല്ല എന്ന് ആയിഷ ബീവി പറഞ്ഞു. ഇവൾ ഇന്ന ആളുടെ വെപ്പാട്ടിയാണ്, നിനക്ക് അവളുടെ പാട്ട് കേൾക്കണം. നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തി. അവൾ അല്പനേരം പാട്ടുപാടി. പാട്ട് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അവളുടെ മുഖത്ത് പിശാച് വീണ വായിക്കുന്നു. അത്തരം ഗാനങ്ങൾ നബിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. ഹരം പിടിപ്പിക്കുന്ന കഥകളും ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ സംസാരമധ്യേ ഖുറാഫയുടെ പേര് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: ഖുറാഫയെ നീ അറിയുമോ? ഗദറ ഗോത്രത്തിലെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അയാളെ ജിന്നെടുത്തു കൊണ്ടുപോയി. അങ്ങനെ അയാൾ പല അത്ഭുതങ്ങളും കണ്ട് മടങ്ങി വന്നു. അവയെല്ലാം ആളുകൾക്ക് വിവരിച്ചു കൊടുത്തു. ഇപ്പോൾ വല്ല അത്ഭുത വാർത്തയും ആളുകൾ കേട്ടാൽ പറയും ഇത് ഖുറാഫയുടെ വാർത്തയാണ്. വീട്ടിൽ തമാശയും കഥയും പറഞ്ഞിരിക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോകും. ഞങ്ങളെ മുമ്പ് പരിചയമില്ലാത്ത രൂപത്തിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ഞങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കായിരിക്കും, കഥകൾ പറഞ്ഞിരിക്കായിരിക്കും. പെട്ടെന്ന് ബാങ്ക് കൊടുത്താൽ മുഖമാകെ മാറും. ഞങ്ങളെയൊന്നും കണ്ട് പരിചയമില്ലാത്ത രീതിയിൽ അവിടുന്ന് പള്ളിയിലേക്ക് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. തിരുമേനി അധികവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരു സുഫ്രയിൽ ഒരേ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു ദിവസം രണ്ടാളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നുപോയി. തിരുമേനി അദ്ദേഹത്തെ വിളിച്ചു. 3 പേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച എല്ല് പുണ്യ നബി കടിക്കുകയും അവർ കുടിച്ച പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തിരുന്നു. ഒരു തവണ 2 പേരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സൗദ റളിയല്ലാഹു അൻഹ ഒരു ആക്ഷേപവുമായി വന്നു.
അത്യാവശ്യത്തിന് പോലും പുറത്തു പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അനുവദിക്കുന്നില്ലെന്നായിരുന്നു പരാതി. രാത്രി വീട്ടിൽ വിളക്കില്ലായിരുന്നതിനാൽ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടു പേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ഒരേ കഷ്ണത്തിൽ പിടികൂടുകയും ചെയ്തിരുന്നു. ഒരു ഇറാൻകാരൻ രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട്, വെളിച്ചമില്ലാത്തത് കൊണ്ട് അവരുടെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയിരുന്നു എന്ന്. ഒരു ഇറാൻകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അവിടുന്ന് പറഞ്ഞു, കൂടെ ആയിഷയും ഉണ്ടായിരിക്കും, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പത്നി കൂടെ ഉണ്ടാവും. അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഭക്ഷണം സ്വീകരിക്കുന്നില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട, എൻ്റെ ഭാര്യ ഉണ്ട്. രണ്ടാമതും വന്ന് അതേ ചോദ്യവും നബി അതേ ഉത്തരവും ആവർത്തിച്ചു. അദ്ദേഹം മടങ്ങിപ്പോയി. മൂന്നാമതും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം ആയിഷ റളിയല്ലാഹു അൻഹയും കൂടെ വേണമെന്നായിരുന്നു. ആയിഷയെ കൂട്ടാതെ എനിക്ക് സദ്യ വേണ്ട, നിങ്ങളെ സൽക്കാരം വേണ്ട എന്ന് പുണ്യനബി ആതിഥേയനോട്, പുണ്യനബി ആ വിരുന്ന് വിളിച്ച് ഇറാനിയോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും പോരൂ എന്ന് പറയുകയും അങ്ങനെ പരിശുദ്ധ റസൂൽ അവരുടെ വീട്ടിലേക്ക് പോയി. യാത്രകളിൽ എല്ലാ പത്നിമാരെയും ഒന്നിച്ചു കൊണ്ടുപോവാൻ വിഷമമായിരുന്നു. ആർക്കെങ്കിലും മുൻഗണന നൽകുക എന്നത് നീതിയുമല്ല. അതിനാൽ തിരുമേനി നറുക്കിട്ടെടുത്തിരുന്നു. നറുക്ക് കിട്ടുന്നവരെ കൂടെ കൊണ്ടുപോകും. അനേകം യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൂടെ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ബനൂ മുസ്തലഖ് യുദ്ധവേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു കൂടെ. അന്നാണ് ആയിഷയും ഹഫ്സയും ഒട്ടകം മാറിയും ഉദ്ധരിച്ച സംഭവമൊക്കെ ഉണ്ടായത്. ബനൂ മുസ്തലഖ് യുദ്ധയാത്രയിൽ 2 പ്രധാന സംഭവങ്ങൾ ഉണ്ടായി. രണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അപാരമായ ബഹുമതി നേടിക്കൊടുത്തു. ഒരു സംഭവത്തിന്റെ ഫലമായി തയമ്മുമിന്റെ വിധി അവതരിച്ചു. നിരപരാധികളായ സ്ത്രീകളുടെ പാതിവ്രതം സംരക്ഷിക്കാൻ നിർദ്ദേശിക്കുന്ന ഖുർആൻ സൂക്തം അവതരിക്കാൻ ഇടയാക്കിയതായിരുന്നു രണ്ടാമത്തെ സംഭവം. ഹുദൈബിയ യാത്രയിലും ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഹജ്ജത്തുൽ വദായിൽ മിക്ക പത്നിമാരും കൂടെ ഉണ്ടായിരുന്നു. വിടവാങ്ങൽ പ്രസംഗത്തിന് ഹജ്ജിന് പോകുന്ന സമയത്ത് അധിക പത്നിമാരും കൂടെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുതിര സവാരിയും അമ്പെയ്ത്തും വളരെ താല്പര്യമായിരുന്നു. സഹാബിമാരെ അതിന് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കതിൽ പരിശീലനം നൽകാറുണ്ടായിരുന്നു. ഒരു യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ കൂടെ വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബിമാരോടും മുന്നോട്ട് പോകാൻ ആജ്ഞാപിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, വരൂ, നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ആരാണ് ജയിക്കുക? നമുക്കൊരു ഓട്ട മത്സരം വെക്കാം ആയിഷ, ആരാണ് ജയിക്കുക എന്നറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് മെലിഞ്ഞ് കനം കുറഞ്ഞ സ്ത്രീയായിരുന്നു. അവർ ഓട്ടത്തിൽ ജയിച്ചു. ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും അതുപോലെ ഒരു മത്സരം ആയിഷ റളിയല്ലാഹു അൻഹ മത്സരം വീണ്ടും നടന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, അന്ന് ഞാൻ തടിച്ചു കൊഴുത്ത ഒരു പെണ്ണായതുകൊണ്ട് അന്ന് തിരുമേനിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടത്തിൽ ജയിച്ചത്. തിരുമേനി പറഞ്ഞു, ആയിഷ, അന്ന് ഞാൻ തോറ്റതിന് ഇന്ന് ഞാൻ പകരം വീട്ടിയില്ലേ എന്ന് പരിശുദ്ധ റസൂൽ പ്രിയ പത്നിയോട് ചോദിച്ചു. അവർ തമ്മിലുള്ള സ്നേഹബന്ധം ലോകത്ത് വരാനിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഉത്തമമായ മാതൃകതിലൂടെ കാണിക്കുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെന്ന് പരിശുദ്ധ റസൂൽ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെത്ര സത്യമാണ്. നാവ് കൊണ്ട് എന്തെങ്കിലും വെറുതെ ആർക്കും പറയാം, പക്ഷെ അത് ജീവിതത്തിൽ പകർത്താനാണ് ബുദ്ധിമുട്ട്. എന്നാൽ പരിശുദ്ധ റസൂൽ എന്ത് പറയുന്നു അത് ജീവിതത്തിൽ ചെയ്തു കാണിച്ചിട്ടാണ്, അവർ ചെയ്തിട്ടാണ്, പ്രവർത്തിച്ചിട്ടാണ് അവർ നമ്മോട് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ. അതായിരുന്നു നമ്മുടെ മാതൃക. അതാണ് ഏറ്റവും വലിയ മാതൃക. അതാണ് ലോക മാതൃക പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ആദ്യ ഭാര്യ, നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ഇങ്ങനെ ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ചിട്ട് പറയും. അങ്ങനെ ഖദീജ ബീവി വഫാത്തായതിനു ശേഷമാണ് അങ്ങനെ പറയുന്നത്. ഖദീജ ബീവിയെ പറ്റി, ഖദീജ ബീവിയുടെ മഹത്വം ഇങ്ങനെ പറയുമ്പോൾ കുറെ പറഞ്ഞപ്പോൾ എൻ്റെ ഖദീജ എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞപ്പോൾ
പെണ്ണുങ്ങളുടെ സ്വഭാവം അവിടെ ആയിഷാ ബീവി കാണിച്ചു എന്നാണ്. ആയിഷാ ബീവി പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും ഈ ഖദീജ ബീവിയെ പറ്റി പറയാനുള്ളൂ, പല്ല് പോയി മോണ കാണുന്ന വയസ്സായ സ്ത്രീയെ പറ്റി അല്ലാതെ വേറെ ആരെയും പറ്റി പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബിയുടെ മുഖം ചുവന്നു തുടുത്തു. പുണ്യ നബി അവിടെ നിന്നൊന്നും പറയാതെ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് എണീറ്റുപോയി. പുണ്യ നബിക്ക് വലിയ വിഷമമായി. കാരണം ഖദീജ ബീവി ആയിഷ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ആയിഷ, ഖദീജ എനിക്കെല്ലാമാണ് ആയിഷ. എന്നെ ആളുകളെല്ലാം നിഷേധിച്ചപ്പോൾ അവർ എന്നിൽ വിശ്വസിച്ചു. ആളുകൾ എന്നെ കള്ളനാക്കിയപ്പോൾ അവർ എന്നെ സത്യവാനായി സ്വീകരിച്ചു. ജനങ്ങളൊക്കെ സഹായം നിഷേധിച്ചപ്പോൾ അവർ അവരുടെ മുഴുവൻ സമ്പത്തും എൻ്റെ വിഷമങ്ങൾ തീർക്കാൻ വിനിയോഗിച്ചു. മാത്രവുമല്ല, അവരിൽ അല്ലാഹു എനിക്ക് സന്താനങ്ങൾ നൽകി. മറ്റു ഭാര്യമാരിൽ അല്ലാഹു എനിക്ക് സന്താനങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ ഖദീജക്ക് തുല്യമായി ആരുമില്ല ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ ആയിഷാ ബീവിയോട് പറഞ്ഞു. ഒരിക്കൽ ആയിഷാ ബീവിക്ക് തലവേദന വന്നു. തിരുമേനിയുടെ വഫാത്തിന് അല്പം മുമ്പായിരുന്നു. നബിക്ക് രോഗങ്ങളൊക്കെ വരുന്നതിന്, വഫാത്താകുന്നതിന് കുറച്ച് മുമ്പ്. ഇപ്പൊ തിരുമേനി പറഞ്ഞു, തമാശ രൂപേണ പറഞ്ഞു, ആയിഷ, നീ എൻ്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ നിന്നെ എൻ്റെ കൈ കൊണ്ട് ഞാൻ കുളിപ്പിക്കും. ഞാൻ തന്നെ നിന്നെ കഫൻ ചെയ്യും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ പറഞ്ഞു, അള്ളാഹിൻ്റെ ദൂതരെ, അവിടുന്ന് എൻ്റെ മരണം കൊതിക്കുകയാണോ? അങ്ങനെ മറ്റു ഭാര്യമാരുടെ കൂടെ കഴിയാനല്ലേ എന്ന് പറഞ്ഞ് ആയിഷാ ബീവി പറഞ്ഞപ്പോൾ പുണ്യ നബി ഇത് കേട്ട് പുഞ്ചിരിച്ചു. എവിടെ നിന്നോ ഒരു തടവ് പുള്ളിയെ കൊണ്ടുവന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ബന്ധിച്ചു, അവിടെ കെട്ടിയിട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ സ്ത്രീകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ ബന്ദിയാക്കപ്പെട്ട തടവ് പുള്ളി ഓടി രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നപ്പോൾ തടവ് പുള്ളിയെ കാണാനില്ല. അന്വേഷണത്തിൽ കാര്യം മനസ്സിലായി. ദേഷ്യം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ കൈ മുറിക്കണമെന്ന് പറഞ്ഞു പുറത്തേക്ക് സഹാബിമാർ വിവരമറിയിച്ചു. അവർ അവനെ പിടിച്ചുകൊണ്ടുവന്നു. തിരുമേനി രണ്ടാമതും വീട്ടിൽ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ രണ്ട് കൈകളും തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടു. എന്താണ് ആയിഷ നീ ചെയ്യുന്നത്? തിരുമേനി ചോദിച്ചു. ആരാണ് എൻ്റെ കൈ വെട്ടുക എന്ന് ചിന്തിക്കുകയാണ്. അവർ പറഞ്ഞു. നബി ദേഷ്യം കൊണ്ട് പറഞ്ഞു, ആയിഷ എൻ്റെ കൈ ഞാൻ വെട്ടും. തമാശരൂപ പറഞ്ഞു. ഉള്ള ആള് തടവുപുള്ളി ചാടിപ്പോയപ്പോൾ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കലിവ് തോന്നി. ഇവിടുന്ന് കൈകൾ ഉയർത്തി ആയിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പർദ്ദയുടെ പിന്നിൽ നിന്നവർ ചോദിച്ചു, അള്ളാഹിൻ്റെ ദൂതരെ, 2 മേച്ചിൽ സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഒരു മൃഗവും മേഞ്ഞിട്ടില്ലാത്ത പുതിയത്, മറ്റൊന്ന് മൃഗങ്ങൾ മേഞ്ഞത്. ഇവയിൽ തിരുമേനി ഏതിഷ്ടപ്പെടും? നബി പറഞ്ഞു, ആദ്യത്തേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭാര്യമാരിൽ കന്യക താൻ മാത്രമാണെന്ന് സൂചിപ്പിക്കുകയായിരുന്നവർ. നിങ്ങളുടെ ഭാര്യമാരിൽ കന്യക ഞാൻ മാത്രമാണ്. മറ്റുള്ള ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാർ മരിച്ചതോ ഭർത്താക്കന്മാർ വിവാഹം മോചനം ചെയ്തവരോ ആയവരാണ് എന്ന് പുണ്യനബി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷയുടെ മേലുള്ള ദുരാരോപണ കഥയിൽ താൻ നിരപരാധിയാണെന്ന ഖുർആൻ വാക്യം അവതരിച്ചപ്പോൾ മാതാവ് ഉമ്മുറുമാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മകളെ എഴുന്നേൽക്കൂ, ഭർത്താവിൻ്റെ കാൽക്കല് വീഴൂ. ദുഃഖം കടിച്ചിറക്കിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയ അല്ലാഹുവോടല്ലാതെ മറ്റാരോടും എനിക്ക് നന്ദി പറയാനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, നിനക്ക് ദേഷ്യം പിടിക്കുന്ന നേരവും സന്തോഷമുള്ള നേരവും എനിക്കറിയാം. ദേഷ്യം വന്നാൽ ഇബ്രാഹിം നബിയുടെ റബ്ബാണ് സത്യമെന്നും സന്തോഷമുള്ളപ്പോൾ മുഹമ്മദിൻ്റെ റബ്ബാണ് സത്യമെന്നുമാണ് നിന്റെ പ്രയോഗം. നീ അങ്ങനെയാണ് പറയാറ് ആയിഷ. അള്ളാഹിൻ്റെ റസൂലേ, അത് നാവിൽ മാത്രമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മനസ്സിൽ തിരുമേനി ഒരിക്കലും ഒഴിവില്ല. അങ്ങെന്നും എൻ്റെ മനസ്സ് നിറക്കുന്നു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ വേലക്കാരി ഉണ്ടായിരുന്നെങ്കിലും തിരുമേനിയുടെ എല്ലാ ആവശ്യങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ എല്ലാ കാര്യങ്ങളും സ്വന്തം തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. അവർ തന്നെ ഗോതമ്പ് പൊടിക്കും, കുഴക്കും, ഭക്ഷണം പാകം ചെയ്യും, വിരിപ്പ് വിരിക്കും.
അംഗശുദ്ധിക്കുള്ള വെള്ളം അരികെ കൊണ്ടുവെക്കും. തിരുമേനി ബലിയറുക്കാൻ അയക്കുന്ന ഒട്ടകത്തിനു താലി കെട്ടിക്കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി ചീകിക്കൊടുക്കും. തിരുശരീരത്തിൽ സുഗന്ധം പൂശും. തിരുമേനിയുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുക്കും. ഉറങ്ങാൻ പോകുന്ന സമയത്ത് വെള്ളവും മിസ്വാക്കും ഒരുക്കി വെക്കും. വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യും. സുഫ മദീനയിലെ പള്ളിയുടെ ഒരു ഭാഗമാണ്. അവിടെയുള്ള ആളുകൾക്ക്, അവിടെ താമസിച്ചിരുന്ന ഖൈസ് ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം തിരുമേനി ഞങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകാൻ കൽപ്പിച്ചു. വീട്ടിലെത്തിയ ശേഷം തിരുമേനി പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുവാ. അവർ ഗോതമ്പ് തരി പാകം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്നു. തിരുമേനി ചോദിച്ചു, ഇനിയൊന്നുമില്ലേ? ഉടനെ അവർ ഒരു പാത്രം കാരക്കയും കൊണ്ടുവന്നു. കുടിക്കാൻ ഒരു വലിയ പാത്രത്തിൽ പാലും മറ്റൊരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്നു വെച്ചു. ഒരു പത്നിയുടെ പ്രഥമവും പ്രധാനവുമായ ബാധ്യതയത്രേ ഭർത്താവിനോടുള്ള അനുസരണം. 9 വർഷം നീണ്ടുനിന്ന ആ ദാമ്പത്യ ബന്ധത്തിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കൽപ്പന പോലും അനുസരിക്കാതെ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, നബിക്ക് അതൃപ്തികരമെന്നത് ചെറിയ സൂചന കിട്ടിയാൽ ഉടൻ അത് ഉപേക്ഷിക്കും. പുണ്യ നബിയോട് മാപ്പ് ചോദിക്കും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ താൽപര്യപൂർവ്വം രൂപാലങ്കൃതമായ ഒരു കർട്ടൻ വാതിലിൽ തൂക്കിയിട്ടു. ചിത്രങ്ങളടങ്ങിയ ഒരു കർട്ടൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്ത് കടക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണത് കണ്ണിൽപ്പെട്ടത്. ഉടനെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചുകൊണ്ട് പിന്നോട്ട് വലിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കണ്ട് അസ്വസ്ഥയായി. തിരുമേനിയോട് ഇങ്ങനെ അപേക്ഷിച്ചു, മാപ്പ് ചെയ്താലും എനിക്ക് മാപ്പ് തന്നാലും, എന്ത് തെറ്റാണ് എന്നിൽ നിന്നും സംഭവിച്ചതെന്ന് പറഞ്ഞാലും. തിരുമേനി പറഞ്ഞു, രൂപങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ കടക്കുകയില്ല ആയിഷ. ഈ കർട്ടനിൽ അലങ്കാരപ്പണി മലക്കുകൾ ഇങ്ങോട്ട് കടക്കുന്നത് തടയും ആയിഷ. ഇത് കേട്ട ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ തൂക്കിയിട്ട കർട്ടൻ കീറി തലയണക്ക് ഉറയുണ്ടാക്കി. ഒരിക്കൽ ഒരു സഹാബിക്ക് സദ്യ നടത്തേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്ന് ധാന്യങ്ങൾ കൊടുത്തയക്കാൻ പറയൂ. അദ്ദേഹം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് വിവരമറിയിച്ചു. ഉടനെ അവർ വൈകുന്നേരത്തെ ആഹാരത്തിന് പോലും ഒന്നും ബാക്കി വെക്കാതെ ധാന്യം സൂക്ഷിച്ച പാത്രം തന്നെ എടുത്തു കൊടുത്തു. ഭർത്താവിൻ്റെ ജീവിതകാലത്ത് ഈ അനുസര ഗുണത്തിൽ അധിക സ്ത്രീകളും ആയിഷ റളിയല്ലാഹു അൻഹയോട് കിടപിടിക്കുമായിരിക്കാം. പക്ഷേ സാക്ഷാൽ അനുസരണം വിലങ്ങു പൊട്ടിപ്പോയിട്ടും തടവുകാരനായി കരുതിയിരുന്ന കരുതുന്നതിലാണ്. അഥവാ ഭർത്താവ് വഫാത്തായതിനു ശേഷവും ഭർതൃവിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഓരോ കൽപ്പനയും ജീവിതകാലത്ത് ചെയ്തിരുന്ന പോലെ അനുസരിച്ചിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഔദാര്യത്തെപ്പറ്റി ഉണർത്തിയിരുന്നു. തൻ്റെ മരണം വരെ ആയിഷ റളിയല്ലാഹു അൻഹ ഉപദേശം മാനിക്കുകയുണ്ടായി. ജിഹാദിന് അനുവാദം ചോദിച്ചപ്പോൾ ഹജ്ജ് സ്ത്രീകൾക്ക് ജിഹാദാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനുശേഷം ജീവിതത്തിൽ ഒരു വർഷവും ഒഴിവാക്കാതെ അവർ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരുന്നു. ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുറച്ച് പണവും വസ്ത്രവും അയച്ചു കൊടുത്തു. ആദ്യം അവർ അത് നിരസിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ തിരുമേനിയുടെ ഒരു വാക്ക് ഓർമ്മ വന്നു. അയാളെ മടക്കി വിളിച്ചത് സ്വീകരിച്ചു. ഒരു അറഫാ ദിവസം അവർ പതിവ് പോലെ നോമ്പനുഷ്ഠിച്ചിരുന്നു. അതികഠിനമായ ഉഷ്ണം കാരണം തല വിയർത്തൊലിച്ചു നോമ്പ് മുറിച്ചു കളയാൻ ആരോ അഭിപ്രായപ്പെട്ടു. അറഫാ ദിവസത്തിലെ നോമ്പ് കൊല്ലം മുഴുവൻ വന്നു പോയ പാപങ്ങൾ പൊറുക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കെ ഞാൻ എൻ്റെ നോമ്പ് മുറിക്കുകയോ എന്നായിരുന്നു ആയിഷ ബീവിയുടെ പ്രതികരണം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവാന നമസ്കാരം ദുഹാ നമസ്കാരം നിർവഹിക്കുന്നത് കണ്ട് അവരും പതിവായി അത് നമസ്കരിച്ചിരുന്നവർ പറയും, എൻ്റെ പിതാവ് തന്നെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തടഞ്ഞാലും ഞാനിത് ഉപേക്ഷിക്കില്ല. ഒരു സ്ത്രീ ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ, മൈലാഞ്ചിയെ പറ്റി എന്ത് പറയുന്നു? ഒരു പെണ്ണെന്ന് ആയിഷാബിയോട് ചോദിക്കാൻ, മൈലാഞ്ചിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം?
അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, എൻ്റെ പ്രിയതമൻ അത് വളരെയധികം ഇഷ്ടമായിരുന്നു, അതിൻ്റെ വാസന അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഹറാമില്ല, ഇത് നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് ആയിഷ ബീവി ആ സഹോദരിയോട് പറഞ്ഞു.